തട്ടി ശബ്ദമുണ്ടാക്കിയ ബെന്നി എങ്ങാനും ഉണർന്നാലോ? ഭാഗ്യത്തിന് കറണ്ടും പോയി. നീങ്ങി വാ. ബെന്നി പേടിച്ചോ? നാൻസി, നീ ഇങ്ങനെ ഇതിനകത്ത് കയറി? ലൈറ്റ് ഓഫ് ചെയ്ത് പിന്നിലെ കഥവും തുറന്നു എനിക്ക് വേണ്ടി കാത്തിരുന്നിട്ട്. അല്ല, ഞാനല്ല. 8 മണിക്ക് ലൈറ്റ് ഇല്ലാത്ത വീടോ? ഇന്നത്തെ മോഷണം ഇവിടെ തന്നെ ആയേക്കാം. പറഞ്ഞ 12 തലയാ, 6 കണ്ണ് തെറ്റത്തില്ല. ഒന്ന് 2 3 4 തെറ്റില്ല. എനിക്ക് തെറ്റത്തില്ല. മീശ വെച്ചത് ഇത് ഞാൻ പിടിക്കും, പിടിച്ചു പൂട്ടും. കത്രിക പൂട്ടിട്ട് പൂട്ടി ഞാൻ. ഹൗസ് ഓണറെ ഫിറ്റാ. ഇന്ന് പൂന്ത് വിളയാടാ. തുറന്നു കിടക്കല്ലേ? ഒരുപാട് മുറികളുണ്ടല്ലേ. വടക്കോട്ട് പോവാ. അങ്ങോട്ട് പോവാ. ഞാൻ പറഞ്ഞ വാക്ക് വലിച്ചു അരഞ്ഞാണം. ഇത് എത്ര പാവം വരും ചേട്ടാ? അതൊക്കെ പിന്നെ പറയാം. അയ്യോ, ഇതെനിക്ക് എത്തത്തില്ലല്ലോ. എത്തുന്നില്ലേ? ഇല്ലെന്നേ. എന്നാലും ഇത് മാലയാക്കിട്ടോ. ചേട്ടന്റെ ഒരു ഐഡിയ. ബെന്നി, നാൻസി, ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. ദോ നോ ബെന്നി. കുട്ടികൾ എങ്ങനെ ഉണർന്ന? കുട്ടികൾ കം ഓൺ. അല്ല, ഞാൻ നാൻസി പ്ലീസ് വിട്. നോ ബെന്നി. 3 ആണോ 4 ആണോ ഇപ്പൊ അറിയാം. കണ്ടുപിടിച്ചിട്ട് എന്റെ കാര്യം. കാല് 1 2 3 4 തലയെഴുതി നോക്കാം. ഉണ്ണേട്ടാ, ഇനി എനിക്ക് എന്തൊക്കെ വാങ്ങിത്തരും? എനക്ക് എന്തൊക്കെ വേണോ അത് ഞാൻ മേടിച്ചു തരും. കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ചേ. അവരെന്നെ കണ്ടോ? കണ്ടോ? അരയും പോയി, അരഞ്ഞാടും പോയി, അവളാരോ കൊണ്ടും പോയി. ഇനി പന്തളം തന്റെ ശരണം. ദൈവമേ, എല്ലാം കുളമാവും. നാൻസി പ്ലീസ് അല്പനേരം കേറാകട്ടെ. എന്താ കണ്ടുപിടിച്ചേ, കണ്ടുപിടിച്ച്. എടീ, മീശ വറപ്പിച്ച് കാണിക്കാൻ നീ ആരടി? ബില്ലടിച്ചാൻ പാട്ടുകാരിയാ? വിരള് വിരളയോ? നാൻസി, ഞാൻ കണ്ടുപിടിച്ചേ. 4ാമത്തെ പൊതി ആര് തിന്നത് ഞാൻ കണ്ടുപിടിച്ചേ. കണ്ടുപിടിച്ചു. അവളിനകത്തുണ്ട്. ഇല്ല, ഇതിനകത്തില്ല. സത്യമായിട്ട് ഇതിനകത്തില്ല. അതിനകത്ത് അപ്പൊ ഉണ്ട്. ഇല്ല, അയ്യോ, ഇതിനകത്തില്ലെന്ന് പറഞ്ഞില്ല. ഇല്ല, ഉണ്ട്. അതിനകത്ത് നോക്ക്. അവിടെ ഇല്ല, അവിടെ ഇല്ലേ? എങ്കിൽ ഇവിടെ കാണും. അവിടെ ഇല്ലേ? എനിക്കറിഞ്ഞോളൂ സത്യമായിട്ട് അവിടെ. അയ്യോ, അവിടെ ഇല്ല, സത്യമായിട്ടില്ല. അയ്യോ, സോറി, അവൾ അതിനകത്തില്ല. അതിനകത്തില്ല. തന്റെ അപ്പഴ പറഞ്ഞല്ലോ ഇതിനകത്തൊന്നുമില്ലെന്ന്. വിശ്വാസമില്ലെങ്കിൽ ഇതിനകത്തും കൂടെ നോക്ക്. ഇത് പിന്നെ എന്തോ എന്നെ നിക്കറ നിക്കറ് പയ്യ ഷേപ്പില്ല. എന്താ പിന്നെ ഇതൊന്നും ഇട്ട് കാണിച്ചു. ഇതാരാ? ഇതാണ് 4ാമത്തെ മീശ വെച്ച പെണ്ണ്. ഇപ്പൊ ബോധ്യമായ എനിക്കാണോ തനിക്കാണോ തെറ്റിയതെന്ന്? അതെന്തിന്? ഇത് നേരത്തെ പറയാത്ത അത് ഞാൻ കണ്ടുപിടിക്കണ്ടേ? ഇതെന്തിന്? ഇതിപ്പൊ പറഞ്ഞു ഇറങ്ങിപ്പോളോ.
നിക്ക്, ആ 4ാമത്തെ ബിരിയാണിയുടെ പൈസ എവിടെ? നീ ആരാടി? ഇറങ്ങടി പുറത്ത്. ഇവിടെ ആരാ? ചോദിച്ചു കേട്ടില്ല ഇവിടെ ആരാന്ന്? ഞങ്ങള് വഴി വെച്ച് കണ്ടതാ. അത് ഞാൻ മിണ്ടി പോകരുത്. ഞാൻ ഇവരാണോ ചോദിച്ചു? വഴി കണ്ടവരൊക്കെ വിളിച്ചു കയറ്റാ. നിങ്ങളോട് ആരാ പറഞ്ഞേ? ചേച്ചി ഞങ്ങൾക്ക് ഐസ്ക്രീം മേടിച്ചതാ. ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയതുണ്ടാ. ഇവർക്ക് എന്തിനാ ഐസ്ക്രീം വാങ്ങി കൊടുത്തേ? അത് ഞാൻ ഒരാളെ തിരക്കി വരുമ്പോഴേ കുട്ടികളെ അതിന് ഇവിടെ എന്തിനാ കയറി വന്നേ? എന്താ നിന്റെ ഉദ്ദേശം? ഞാൻ ഇപ്പൊ പോലീസിനെ അറിയിക്കും. കുട്ടികളെ മയക്കി വീട്ടിൽ കയറിയിട്ട് ഇറങ്ങണ്ടേ ഇവിടുന്ന്? ഒന്നും പറയണ്ട, ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങണം. അല്ല ഞാൻ ചേച്ചിയുടെ പേഴ്സ് കളഞ്ഞു പോയപ്പോ ചാച്ചന്റെ പൈസ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോന്ന് പറഞ്ഞ ചേച്ചി വന്നത് അല്ലേ ചേച്ചി? ആ മതി, കരച്ചിൽ നിർത്ത്. പെണ്ണായതുകൊണ്ട് ഞാനിപ്പോ ഒരു അളവ് ചെയ്യാം. നാളെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കെട്ടിയെടുത്തോണം. പിള്ളേരെ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്ത. എനിക്ക് ബെന്നിയോട് പേര് വിളിക്കുന്ന നീ ഒന്നും പറയാൻ വേണ്ട, എനിക്ക് കേൾക്കാൻ വേണ്ട. ആരോട് ചോദിച്ചിട്ട് എന്നെ ഷർട്ട് എടുത്തിട്ട് ചെല്ല അകത്തേന്ന് മറപ്പോ. നിക്കവിടെ. നിന്നോടല്ല, നീ അകത്ത് പോടി. നിങ്ങളെ ഇന്ന് എന്റെ കൂടെ കിടന്നാ മതി. അവന്മാരുടെ പോടാ. കാശൊന്നും കയ്യിലില്ലാതെ ചേച്ചി എങ്ങനെ പോവും? ചേച്ചി നോക്കട്ടെ. ഞാൻ കഥയൊന്നും പറഞ്ഞ് മെനക്കെടണ്ട. കുട്ടികളെല്ലാം പറഞ്ഞു പൊയ്ക്കോടുന്നു. ആ ഇലക്ട്രീഷ്യന്മാരുടെ പണിയൊന്ന് സ്പീഡപ്പ് ചെയ്യാൻ പറയണം കേട്ടോ. ശരി സാർ. പിന്നെ എന്താ ഉള്ളേ? ആ മറ്റന്നാൾ 4 ലോഡ് സിമെന്റ് വരും. അതിന്റെ കണക്കൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്ത് തരും. ശരി. പിന്നെ ആ തേറ്ററിലുള്ള പൈപ്പ് ലൈൻ എന്തോ ഫോൾട്ട് ഉണ്ട്, അത് നോക്കിയത്. ഹലോ ഡാഡി എന്തിയെ? ഡാഡി ഓഫീസിലേക്ക് പോയല്ലോ. ഇറ്റ് വാസ് ടെറിബിൾ ബെന്നി. ഇന്നലെ എന്തൊക്കെയായിരുന്നു അവിടെ? നാൻസി വന്നത് ആകെ പ്രശ്നമായത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ ഇന്നലെ പേടിച്ചു പോയി. ഞാനും. എനിക്ക് ഞാൻ ഇന്ന് രാത്രി 8 മണിക്ക് വരാം. അയ്യോ എന്റെ പൊന്ന് നാൻസി, 8 മണി കേൾക്കുമ്പോ ഞാനിപ്പോ ഞെട്ടും. ഇനി എപ്പോഴാ കാണുന്നേ? ഇപ്പൊ കണ്ടില്ലേ, അത് പോരെ. ഞാൻ എന്ത് പറഞ്ഞാലും ബെന്നിക്ക് കളിയാ. ബെന്നിയെ മാനേജറാക്കാൻ ഞാൻ ഡാഡിയോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാന്നറിയോ? എന്തിനാ? അത് ഞാൻ പിന്നെ പറയാം. Why is it called so? This is adequate reason behind it. The Deccan Plateau covers a vast area in the southern part of India. The Western Ghat got its name because it is the western boundary of Deccan Plateau. ആരോട് ചോദിച്ചിട്ട് ഏതാണ്ട് കയറുന്നത്? തന്നോട് ആരോട് ചോദിച്ചിട്ടോ? നിന്നോടാ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഇതിനകത്ത് വീണ്ടും കയറിയത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ട് അവൾ ഇവിടെ വന്നത്? ആരോടും ചോദിച്ചിട്ടാ ഇവിടെ വന്നതെന്ന്. ആരോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ലെന്ന്. എന്തിനാ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചു കയറിയേ? എന്തിനാ വലിയ കയറിയെന്ന്? വീട്ടിൽ പോവാൻ കാശില്ല. കാശില്ല. കാശില്ലെങ്കിൽ ഇങ്ങോട്ടാണ് കെട്ടിയെടുക്കണ്ടേ? ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട്. ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞല്ലോ. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞ വിശ്വസിക്കോ? ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ തേടിയാ വന്നത്. ആളെ കണ്ടു, പക്ഷെ അയാൾ എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവും. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിക്കടി അവിടെ. എടീ നീ. ചാച്ചാ, ഞങ്ങളാ പറഞ്ഞു ഇവിടെ ജോലിക്ക് ഞങ്ങളുടെ ചേച്ചിയെ നിന്നോളാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ടാ. ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പ്ലീസ് ചാച്ചാ. വേണ്ട വേണ്ട, ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ചേച്ചി ഒരു കുഴപ്പമുണ്ടാക്കൂലേ ചാച്ചാ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വലിഞ്ഞവർ വന്നാണെങ്കിലോ? എവിടെയാ നിന്റെ വീട്? പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്.
കണ്ടവന്റെ പുറത്ത്. കണ്ടവന്റെ പുറത്തല്ല, കണ്ടക പുറത്ത്. ഓ, കല്യാണം കഴിഞ്ഞാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നേ? ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, അതൊന്നും ശരിയാവില്ല. ശരിയാവും ചാച്ചാ. ചാച്ച എന്ന് ഓഫീസിൽ പോകാൻ ലേറ്റ് ആണോ ഞങ്ങളെ കാര്യം നോക്കണണ്ടല്ലേ. ചേച്ചി ഇവിടെ നിർത്തിയ ചേച്ചി ഞങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ. ചാച്ചന് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. വെറുതെ പറയാ ഞങ്ങൾക്ക് വേണ്ടിയാ ജയിക്കുന്നെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാതിരിക്കോ? നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ഒരാഴ്ച ഞാൻ നോക്കും.